And welcome back to my YouTube channel. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 700+ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ താങ്ക് യു എവ്രി വൺ ഫോർ സബ്സ്ക്രൈബിങ് ടു മൈ ചാനൽ. ഞാൻ ആക്ച്വലി എൻ്റെ ചാനൽ തുടങ്ങിയത് 2025 നവംബർ 23 ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആവാനായി. അപ്പോൾ ഞാൻ അന്ന് കുറച്ചും കൂടെ കൺസിസ്റ്റൻ്റായി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഗ്രോത്ത് എൻ്റെ ചാനലിൽ ഉണ്ടാവുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. പക്ഷെ ഇപ്പോൾ ഐ ആം ലവിങ് ദിസ് ജേണി. അതായത് കുറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിലും ഐ ആം ഫീലിംഗ് സോ ഹാപ്പി ബിക്കോസ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നതുകൊണ്ട് ഐ ആം ഫീലിംഗ് സോ ഹാപ്പി. സോ ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് യു ഓൾ വിൽ ബി ഹാപ്പി. സോ ട്രൈ ഡൂയിങ് ദാറ്റ്. ആൻഡ് ഇപ്പോൾ റൈറ്റ് ഇൻ ദ മൊമെൻറ്റ് എനിക്കൊരു കാര്യം ഷെയർ ചെയ്യാൻ മീൻസ് ഞാൻ +1 +2 പഠിക്കുന്ന സമയത്ത് ഞാൻ +1 +2 പഠിച്ചത് കാലിക്കറ്റ് സെൻറ്റ് മൈക്കിൾസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, വെസ്റ്റ് ഹിൽ. സോ എനിക്ക് എൻ്റെ +1 +2 ലൈഫ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ +1 +2 ഫ്രണ്ട്സും എൻ്റെ ആ ഒരു ഗ്യാങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എന്നോടൊരാൾ പെട്ടെന്ന് വന്നിട്ട് നിനക്ക് നിൻ്റെ ലൈഫിൽ ഏത് മൊമെൻ്റാണ് റിലീവ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ഫസ്റ്റ് ആൻസർ എൻ്റെ +1 +2 ലൈഫായിരിക്കും. ബിക്കോസ് എനിക്ക് അത്രയും ഞാൻ ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ളൊരു മൊമെൻ്റാണത്. അതെൻ്റെ ഏതെങ്കിലും ഒരു +1 +2 പഠിച്ച ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ദേ മൈറ്റ് റിലേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ക്യാമറ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഒരു സ്റ്റാൻഡ് വാങ്ങണം. ഇപ്പോൾ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എങ്ങനെ കിട്ടുന്നുണ്ടോ ഒന്നും എനിക്കറിയില്ല. സോ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ വൺ തിങ് വിത്ത് യു ഓൾ ദാറ്റ് റിയലി സ്റ്റേഡ് ഇൻ മൈ മൈൻഡ്. അതെൻ്റെ മൈൻഡിൽ അങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ, യാ. സോ ഇതൊരു ഐ ഡോണ്ട് നോ ഹിസ് നെയിം, എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. അതിപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ആരും ചോദിച്ചാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവുമോ എന്ന് പോലും എനിക്കറിയില്ല. സോ അതുകൊണ്ട് ഞാൻ അത്ര എഫേർട്ട് എടുത്തില്ല. ബട്ട് ലെറ്റ് മീ ഷെയർ ദിസ് ഇൻസിഡൻറ്റ് ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും +1 +2 സ്റ്റുഡൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പല ടൈപ്പ് ക്ലാസ്സസ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യും. കരിയർ ഗൈഡൻസ്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനത്തെ കുറച്ച് സംഭവം. അപ്പോൾ ഒരു സാർ നമ്മളെ ക്ലാസ്സിലേക്ക് നമ്മളെ സ്കൂളിലേക്ക് വന്നു. ക്ലാസ്സിലേക്കല്ല, നമ്മളെ സ്കൂളിലേക്ക് വന്ന സമയത്ത് നമ്മളെല്ലാവരും, എക്സ്ക്യൂസ് മൈ ബാക്ക്ഗ്രൗണ്ട്, കാരണം എനിക്കിങ്ങനെ പിടിക്കാൻ പറ്റുന്നുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഷെയ്ക്ക് ആവുന്നുണ്ട്. ബട്ട് ഞാൻ അതെന്തായാലും പോസ്റ്റ് ചെയ്യും. നമ്മൾ സ്കൂളിലേക്ക് വന്നു ആൻഡ് നമ്മളോട് പറഞ്ഞു, നിങ്ങളെ എല്ലാ ആൾക്കാരെയും തളച്ചിടുന്ന ഒരാൾ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പം ഞാനൊക്കെ ഇതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ്. ഹി വാസ് റിയലി എന്താ പറയുക, എ ഗുഡ് ടീച്ചർ. ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് എല്ലാ സ്റ്റുഡൻസിനെയും. അപ്പോൾ നമ്മളെല്ലാവരും ഭയങ്കര നമ്മളെ ഒരാൾ നമ്മളോട് ഒന്നും ചെയ്യേണ്ടെന്ന് പറയുന്നു, അതാണ് നമ്മളുടെ ബിഗ്ഗസ്റ്റ് എനിമി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് അതാരാ? അപ്പോൾ അയാൾ പറഞ്ഞു, അതായത് ഈ ഒരു മൊമെൻറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ അല്ലെങ്കിൽ കാണിച്ചു തരട്ടെ അതാരാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഓക്കെ, ഞാൻ എൻ്റെ മനസ്സിലാക്കി കാണിച്ചു തരട്ടെ. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, ഈ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വന്നിട്ട് നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഒരൊറ്റ കുട്ടി പോലും സ്റ്റേജിൻ്റെ മുന്നിൽ പോയി സംസാരിച്ചില്ല. അപ്പോൾ ചോദിച്ചു, സാർ നമ്മളോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? നിങ്ങളെ മനസ്സ് നിങ്ങളോട് പറഞ്ഞു മോനെ ഓടി രക്ഷപ്പെട്ടോ അല്ലെങ്കിൽ ഒരിക്കലും പോകരുത് എന്ന്. സോ നിങ്ങളെ മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു എനിമി. നിങ്ങളെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ എന്നുള്ളൊരു സംഭവം പറഞ്ഞു. അപ്പോൾ സ്റ്റേജിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ എല്ലാവർക്കും ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരു കുട്ടി പോലും എന്താ പറയുക, സ്റ്റേജിൻ്റെ മുന്നിൽ പോയിട്ട് നമുക്കറിയുന്നൊരു കാര്യം, നമ്മൾ ആരാണെന്ന് നമുക്കറിയുന്നൊരു കാര്യം സ്റ്റേജിൻ്റെ മുന്നിൽ പോയിട്ട് ആരും പറഞ്ഞില്ല. അപ്പോൾ സാറ് പറഞ്ഞൊരു സംഭവമുണ്ട്, അതായത് നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹം ഉണ്ടായിട്ടും കാര്യമില്ല,
നിങ്ങളെ മനസ്സ് നിങ്ങളുടെ എനിമി ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കോൺഫിഡൻറ്റ്, ഇഫ് യു നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ്, നിങ്ങളുടെ ലൈഫിലൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ഇപ്പം ഞാനത് ചിന്തിക്കുന്ന സമയത്ത് എൻ്റെ ലൈഫിലൊന്നല്ല, എനിക്ക് പരിചയമുള്ള ആൾക്കാർ ലൈഫിലാണെങ്കിലും നമുക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളെ മനസ്സായിരിക്കും നമ്മളോട് എന്താ പറയുക, അങ്ങനെ ചെയ്യേണ്ട, അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ നമ്മളുടെ മൈൻഡിൽ റീഫിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിൽ ചെയ്യുന്നതോ. അപ്പോൾ വാട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സേ ഇൻ ദിസ് വീഡിയോ ഇസ്, ഞാൻ എൻ്റെ ആ ഒരു ബാരിയറൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടില്ല കംപ്ലീറ്റ്ലി. ബട്ട് ഐ എം ജസ്റ്റ് ട്രൈയിങ് ആസ് എ ബിഗിനർ. ഞാനത് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഐ വാണ്ട് എവ്രി വൺ ടു ട്രൈ ദാറ്റ് ഔട്ട്. എനിക്ക് ഇത്ര ടൈം എടുത്ത് എല്ലാത്തിനൊരു സമയമുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇനിയും ഡിലേ ആക്കേണ്ട ആവശ്യം ഇല്ല. കാരണം എന്തെങ്കിലും ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ആ ഡ്രീം നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം എന്നാണ് ഈ പോയിന്റിൽ എൻ്റെ ഈ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് പറയാം. ഈ ഒരു 25 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് വൺ മോർ തിങ്, ഞാൻ ഈയൊരല്ല എന്നാലും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ, ലൈഫിൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് നമ്മൾ വരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുക, അയ്യോ പൈസക്കാരൊരു ലൈഫ്, അവരതാണ് അടിപൊളി ലൈഫ്. ഞാൻ പറയുന്നത് പൈസക്കാരുടെ ലൈഫ് അടിപൊളി അല്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ ഒരു റിച്ച് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ വിചാരിക്കുക അവരുടെ ലൈഫ് ഭയങ്കര പെർഫെക്റ്റാണ്. ഐ നോ മണി ഈസ് എവറിത്തിങ് എന്നുള്ളൊരു സൈഡുണ്ട്. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്, ഒരു 90% പറ്റും കുറേ കാര്യങ്ങളിൽ. പക്ഷേ ഈ ഇടയായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും. അതെ, നമ്മളുടെ എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടാവും. നമ്മളുടെ മാത്രം പ്രശ്നങ്ങൾ 24/7 ചിന്തിക്കുന്നതുകൊണ്ടാണ് അത് ഭയങ്കര വലിയ എന്തോ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നത്. നമ്മളെ ചുറ്റിലും നമ്മളെക്കാട്ടിലും പ്രശ്നമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓക്കെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് അവരുടേതായ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവും. സോ രണ്ട് സൈഡ് എന്തായാലും ഉണ്ടാവും. അതായത് നോർമലായിട്ട് ഇപ്പം നമ്മളെപ്പോലെയുള്ള ആൾക്കാർ, നമ്മളെപ്പോലെ മീൻസ് എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കാറ്റഗറൈസ്, ഐ എം നോട്ട് കാറ്റഗറൈസിങ് എനിവൺ, പക്ഷെ സ്റ്റിൽ ഐ എം ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി. സോ അങ്ങനെയുള്ള ആൾക്കാർക്കും ഹാപ്പിനെസ് ഉണ്ടാവും, സങ്കടങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെ തന്നെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാരാണെങ്കിലും അവർക്കും സെയിം സംഭവം ഉണ്ടാവും. അപ്പം നമുക്കിപ്പോൾ ഉള്ള ഒരു ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡ്രീം എന്താണെന്നുള്ളത് നോക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക, നമ്മൾ തന്നെ പുഷ് ചെയ്യുക. ഞാൻ ഇത്രയും കാലം ഒരു മടി പിടിച്ചിരിക്കുന്നൊരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ റൈറ്റ് നൗ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ. ഒരു വലിയ ബിഗ് റിസൾട്ട് ഒരു 1 day കൊണ്ട് കിട്ടണമെന്ന് വിചാരിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എൻ്റെ തന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. എനിക്ക് സ്വന്തമായിട്ട് എന്താ പറയുക, ഫിലിം ഞാൻ ഒറ്റയ്ക്ക് പോയി കാണും, ഒറ്റയ്ക്ക് ഷോപ്പ് ചെയ്യും, ഒറ്റയ്ക്ക് ഫുഡ് പോയി കഴിക്കും. എനിക്ക് എൻ്റെ സെൽഫ് കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് അതിഷ്ടമല്ല, ചില ആൾക്കാർ സ്വന്തം കമ്പനി എൻജോയ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. സോ ഐ എം വെരി ലക്കി ടു എന്താ പറയുക, ഫൈൻഡ് മൈ സെൽഫ് ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഇപ്പോൾ ഈ വീഡിയോ ഏതൊക്കെ ഏജ് കാറ്റഗറീസ് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഏത് ഏജ് കാറ്റഗറീസ് ആണെങ്കിലും, എന്നെ അറിയുന്ന ആൾക്കാരാണെങ്കിലും എന്നെ അറിയാത്ത ആൾക്കാരാണെങ്കിലും, എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സമയം ചിലവഴിക്കുന്നുണ്ടെങ്കിൽ, ഐ വോണ്ട് ഗുഡ് തിങ്സ് ഓൺലി ടു ഹാപ്പൻ ടു യു. സോ നിങ്ങൾ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഇഷ്ടം, ലൈഫിൽ പേർപ്പസ് എന്താണ്, അതായത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഓരോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ നമ്മളത് ചെയ്യാണ്ട് ആർക്കോ വേണ്ടി ജീവിക്കുന്ന പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ എൻ്റെ ഒരുപാട് ഡ്രീംസ് ഉണ്ട്, ആൻഡ് ഐ ആം ഗോയിങ് ടു മാനിഫെസ്റ്റ് തിങ്സ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഐ വോണ്ട് യു ഓൾ ടു
മാനിഫെസ്റ്റ് യുവർ ഡ്രീംസ്. അത് ഇറ്റ്സ് റിയലി സംതിങ് ഓൾ ഹാവ് ടു ട്രൈ ദിസ്. കാരണം നമ്മളെ ഡ്രീം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്, ഇതിൽ കുറേ ആൾക്കാർക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനെ പറ്റിയിട്ട് അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. എല്ലാവർക്കും അറിയണം എന്നില്ല. സോ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ആസ് എ ബിഗിനർ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ അടുത്ത വീഡിയോ തന്നെ ആയിരിക്കണം എന്നില്ല, പക്ഷേ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി പറയണമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ആധികാരികമായി അതിനെപ്പറ്റി സംസാരിക്കാൻ, ഞാൻ ബുക്ക് വായിച്ചിട്ടുള്ളൊരറിവോ അങ്ങനെയൊന്നും എനിക്കില്ല. ഞാൻ കുറേ ആൾക്കാരെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൊരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, നടക്കാത്തതും ഉണ്ട്. നടക്കാത്തത് എൻ്റെ മൈൻഡ് സെറ്റ് ഇടയ്ക്കിടയ്ക്ക് ഫ്ലിപ്പായി കളിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ ഇത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇത് കറക്റ്റ് രീതിയിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മിറാക്കിൾ വിൽ ഹാപ്പൻ എന്നുള്ളത് ഫോർ ഷുവറാണ്. അപ്പോൾ ഐ ജസ്റ്റ് വോണ്ട്, എന്താ പറയുക, എല്ലാവരുടെ ലൈഫിലും എല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാം എപ്പോഴും നടക്കണം എന്നില്ല. വിധി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അത് ചെയ്യണം. കാരണം ഞാൻ ആ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ കൂടെ എല്ലാവരും ആ ജേണി സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് എത്ര ആൾക്കാർ ഫുള്ള് കാണുന്നൊന്നും എനിക്കറിയില്ല. കാണുന്ന ആൾക്കാർ ഇത് കണ്ടപ്പം തന്നെ പോയി ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാനും ഇതുപോലെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് ആ ഒരു മൊമെൻറ്റിൽ കണ്ടിട്ട് പിന്നെ അത് ഒഴിവാക്കും. അപ്പോൾ നമുക്ക് നമ്മളെ തന്നെ പുഷ് ചെയ്തിട്ട് ആ ഒരു ഡ്രീം ലൈഫിലേക്ക് നമ്മളെ എത്തണമെന്ന് എത്രത്തോളം ആഗ്രഹമുണ്ടോ അത്രത്തോളം പെട്ടെന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കും. സോ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ എന്താ ശരിക്കും ഉദ്ദേശിച്ചതെന്ന് എനിക്ക് കൺക്ലൂഡ് ചെയ്ത് പറയാൻ അറിയില്ല. ബട്ട് നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ഹാപ്പി അല്ലാത്ത ആൾക്കാരും ഹാപ്പി ആവുന്ന ആൾക്കാരും ഉണ്ട്. സോ ആരെയും മൈൻഡ് ആക്കണ്ട. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ജീവിക്കുക. സോ ഐ ഡോണ്ട് നോ ഇത് എത്ര ഹെൽപ്ഫുള്ളായിന്ന്. പക്ഷെ ഞാൻ ഇത് ജസ്റ്റ് ഒരു ഈ എൻ്റെ സ്കൂളത്തെ ഇൻസിഡൻറ്റും പിന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്ന് മാത്രമേ ഞാനൊരു സ്ക്രിപ്റ്റ് പോലെ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല ആക്ച്വലി എന്താണ് ഈ വീഡിയോയിൽ ശരിക്കും പറയേണ്ടതെന്ന്. പക്ഷേ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടോക്ക് ടു യു ഓൾ. അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. Thank you everyone for watching, and thank you everyone for subscribing to my channel, and that's it. Bye.